അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി എന്ന് പറയുന്ന ഒരു ഗംഭീര പോസ്റ്റിനെ കുറിച്ചാണ് സുഹൃത്തുക്കളെ. ബേസിക്കലി നടത്തുന്ന മെഡിക്കൽ എഡ്യൂക്കേഷൻ ബോർഡാണ്. അതിന് ചില സാധ്യതകൾ കാണുന്നു. എങ്ങനെയാണ് എഡ്യൂസ് അക്കാഡമിയുടെ ക്ലാസ്സുകൾ, എന്തായിരിക്കും ആ സർപ്രൈസ് അല്ലെ? നമസ്കാരം. എഡ്യൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി എന്ന് പറയുന്ന ഒരു ഗംഭീര പോസ്റ്റിനെ കുറിച്ചാണ് സുഹൃത്തുക്കളെ. ദയവേത് ഓർത്തിരിക്കുക, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി. ഈ പോസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുക മാത്രമല്ല, ശരിക്കും ഈ പോസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാനായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്ന വെബിനാറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ കൂടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കായിട്ട് ഞങ്ങളൊരു സുവർണാവസരം ഒരുക്കിയിരിക്കുകയാണ്, ഒരു സൗജന്യ വെബിനാർ. ഏത് പോസ്റ്റിന് വേണ്ടിയിട്ടാ? അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി. നമുക്ക് ആദ്യം ഈ പോസ്റ്റ് എന്താണെന്ന് പരിചയപ്പെടാം. യെസ്, എലിജിബിലിറ്റി. നിങ്ങൾ അറിയുക, കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകൾ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ഫാർമസിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഒരു മികച്ച ജോലി നേടിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ എക്സാം എന്ന് പറയുന്നത്. കേരള PSC കണ്ടക്ട് ചെയ്യുന്ന ഈ എക്സാം ബേസിക്കലി നടത്തുന്ന മെഡിക്കൽ എഡ്യൂക്കേഷൻ ബോർഡാണ്. സോ അവരുടെ അല്ലെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്, അവരും PSC ആയിട്ട് സഹകരിച്ച് നടത്തുന്ന എക്സാമാണിത്. സോ കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു സുവർണ അവസരമാണിത്. ആദ്യം എലിജിബിലിറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. MPharm ആണ് ഈ പ്രധാനമായിട്ട് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയപ്പെടുന്നത്. സോ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസിയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MPharm ആണ്. കൗൺസിലിൽ രജിസ്ട്രേഷൻ ഉണ്ടാവണം. ഏജ് ഓപ്പൺ കാറ്റഗറിയിൽ 24 to 41 വരെയാണ് ഏജ്. മിനിമം 24 വേണം, മാക്സിമം 41 ആണ് പറയുന്നത്. സോ ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ, ജനനത്തീയതി. ഓക്കെ അല്ലേ? മാക്സിമം 1976 ജാനുവരി 2 ശേഷം ജനിച്ചവരായിരിക്കണം. അതുപോലെ തന്നെ 1993 യെസ് ജാനുവരി 1 മുമ്പ് ജനിച്ചവരും ആയിരിക്കണം. ഓക്കെ അല്ലേ? 76 ശേഷം 93 മുമ്പ്. ഓക്കെ അല്ലേ? വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്നാൽ ചിലപ്പോൾ ഇതിന് ഫാം ഡി കൂടി ക്വാളിഫിക്കേഷനായിട്ട് ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതിന് ചില സാധ്യതകൾ കാണുന്നു, പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ അറിയുക, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വെബിനാറിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ പിടിയിട്ടുണ്ടാവും. ഫാർമസി മേഖലയിൽ കേരള PSC കണ്ടക്ട് ചെയ്യുന്ന ഏറ്റവും ടഫസ്റ്റ് എക്സാമിനേഷൻ കൂടിയായിരിക്കും ഈ പോസ്റ്റിലേക്ക് നടത്തപ്പെടുക. എങ്ങനെയുള്ളതാ? ഏറ്റവും ടഫസ്റ്റ് എക്സാമിനേഷൻ ആണ്. കാര്യം അത്രയും ക്വാളിറ്റി ഉള്ള പോസ്റ്റാണിത്, അത്രയും ടഫായിട്ടുള്ള എക്സാം ആയിരിക്കും. ഇനി നിങ്ങളെ തുടക്കത്തിലെ പേടിപ്പിച്ചല്ല കേട്ടോ, എത്ര ടഫ് ആണെങ്കിലും ശരിയായ രീതിയിൽ പഠിച്ചാൽ നമുക്ക് എന്ത് ക്രാക്ക് ചെയ്യാം? യെസ്, ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി പോസ്റ്റ് നമുക്ക് ക്രാക്ക് ചെയ്യാം. സോ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഞങ്ങൾ വെബിനാറായിട്ട് അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസിക്ക് വേണ്ടിയിട്ടുള്ള ഈ വെബിനാർ സൗജന്യമായിട്ടാണ് നമ്മുടെ എഡ്യൂസ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. നവംബർ 17 തീയതി, ഈ വരുന്ന നവംബർ 17 തീയതി ഈ വെബിനാർ കണ്ടക്ട് ചെയ്യപ്പെടുന്നു. ഈ വെബിനാറിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ട് കവർ ചെയ്യുക? ജസ്റ്റ് ഒരു സൂചന തരികയാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി എക്സാമിന് വേണ്ടി പഠിച്ചാൽ കിട്ടുമോ? പലരുടെയും ഡൗട്ട് ആയിരിക്കും. ഇപ്പൊ തന്നെ പലരും നിങ്ങളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞ കാര്യമായിരിക്കും അല്ലെ? സോ അടുത്തത് APP എക്സാം എന്ന് പറയുന്നാൽ എന്താണ്? അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി എന്ന് പറയുന്ന എക്സാം എന്താണ്? അല്ലെങ്കിൽ എന്നാണ് ഇത് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്? എന്നാണ് ഇത് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്? സോ അതുപോലെ തന്നെ എങ്ങനെ പഠിക്കണം? ഓക്കെ അല്ലേ? എങ്ങനെ പഠിക്കണം എന്നുള്ള സ്ട്രാറ്റജി നമ്മളവിടെ ചർച്ച ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഓർത്തിരിക്കാം? സ്ഥിരം പറയുന്ന കാര്യമാണ്, പലരും മറന്നു പോകാറുണ്ട് എന്നൊക്കെ അല്ലേ? അതൊക്കെ നമ്മൾ കൃത്യമായ വഴികളിലൂടെ എങ്ങനെ കാര്യങ്ങൾ ഓർത്തിരിക്കാം എന്നൊക്കെയുള്ള നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാം സ്ട്രാറ്റജീസിനെ കുറിച്ച് നമ്മൾ വെബിനാറിൽ ചർച്ച ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് എങ്ങനെയാണ് എഡ്യൂസ് അക്കാഡമിയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് സൂചന നൽകുന്ന UEPP, ദാറ്റ് ഇസ് അൾട്ടിമേറ്റ് എക്സാം പ്രിപ്പറേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് നമ്മളന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും. അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ പേഴ്സണലൈസ് സ്റ്റഡി പ്ലാൻ, സ്മാർട്ട് എക്സാം ടിപ്സ് ആൻഡ് ട്രിക്സ്, സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ മെത്തേഡ്സ്, സ്റ്റേ മോട്ടിവേറ്റഡ്, മെമ്മറി ബൂസ്റ്റ് ടെക്നിക്സ്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, കോംപ്രിഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റ് ആൻഡ് പെർഫോമൻസ് അനാലിസിസ്. ഇത്രയും കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ട് അവിടെ ഡിസ്കസ് ചെയ്യപ്പെടുക. ഓക്കെ അല്ലേ? സോ ഈ വെബിനാറിൽ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം, ഈ വെബിനാർ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് ഞങ്ങളൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ എക്സൈറ്റഡ് ആയി അല്ലേ? എന്തായിരിക്കും ആ സർപ്രൈസ് അല്ലേ? അത് നവംബർ 17 നടക്കുന്ന ആ സൗജന്യ വെബിനാറിൽ ലൈവായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കും. സോ ഇപ്പോൾ അടുത്ത ചോദ്യം, എങ്ങനെയായിരിക്കും ഞങ്ങൾ ഈ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുക? അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല,
ഇന്നത്തെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ഞങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലായിരിക്കും ഞങ്ങൾ നവംബർ 17 വെബിനാറിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി ഈ വീഡിയോയുടെ താഴെ കമന്റിൽ ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, അതിന്റെ ലിങ്ക് ഉണ്ടാവും. സോ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സോ എഡ്യൂസ് അക്കാഡമിയുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം കാത്തിരിക്കുക. എന്ന് നവംബർ 17 വെബിനാറിന്റെ ലിങ്കിനായി നിങ്ങൾ കാത്തിരിക്കുക. ഞങ്ങളത് വാട്സപ്പ് കമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ കേരള പി എസ് സി കണ്ടക്ട് ചെയ്യുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള പരീക്ഷകളിൽ ഒന്നായ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി എന്ന എക്സാം എഴുതി ആ പോസ്റ്റിലേക്ക് കയറാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഒരുക്കാൻ ഞങ്ങളും തയ്യാറാണ്. സോ ഈ വെബിനാറിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. നവംബർ 17 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസിയുടെ സൗജന്യ വെബിനാറിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.